ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ അതെ. സോ നമ്മൾ ബൂസ്റ്റിംഗ് അൽഗോരിതംസിലെ ലൈറ്റ് GBM ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഒരു പൈത്തൺ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് സാലറി ഡാറ്റ സെറ്റ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. സോ ഫയൽ നെയിം എന്ന് പറയുമ്പോൾ സാലറി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ലൈബ്രറീസ് കംപ്ലീറ്റ് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് pandas spd, ഇതേപോലെ ഇമ്പോർട്ട് numpy as np, then import matplotlib dot pyplot കൊടുക്കുന്നുണ്ട്, ആസ് plt കൊടുക്കുന്നുണ്ട്. then next one cbone ആണ്. സോ import cbone as sns കൊടുക്കുന്നുണ്ട്. then model selection import ചെയ്യണം. സോ from sklearn dot model underscore selection import train test split കൊടുക്കുക. then അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്താണ്, നമുക്ക് മീൻ സ്ക്വയർഡ് സാലറി ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിലുള്ളത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഡൗൺലോഡ്സിൽ ഡാറ്റ സെറ്റ്സിൽ സാലറി ഇയർ ഓഫ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തതിന് ശേഷം സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഫൈൻ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ. സോ അത് ഒരു റിഗ്രഷൻ ഡാറ്റ സെറ്റാണ് നമുക്ക്. സോ ആ ഒരു ഡാറ്റ സെറ്റാണ് കേട്ടോ നമ്മളിവിടെ ലോഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് എടുത്ത് നോക്കിയത്. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഡൗൺലോഡ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് മെട്രിക്സ് എടുക്കാം. സോ ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് കൊടുക്കുക. റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് മീൻ സ്ക്വയർഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ മീൻ സ്ക്വയർഡ് എറർ, ഇതേപോലെ തന്നെ R2 സ്കോർ, മീൻ സ്ക്വയർഡ് എററും R2 സ്കോറും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സ്കെയിലർ മേ ബി ആവശ്യം വരും. സോ സ്റ്റാൻഡേർഡ് സ്കെയിലർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം sklearn ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സ്കെയിലർ കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അൽഗോരിതത്തിന് ഇമ്പോർട്ട് ചെയ്യണ്ടേ. സോ ഇമ്പോർട്ട് ലൈറ്റ് GBM ആസ് എന്ന് കൊടുക്കുന്നുണ്ട്, LGB എന്ന് പറഞ്ഞിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ലൈറ്റ് ഗ്രേഡിയൻറ്റ് ഡിസൈനിൻ്റെ അതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്. ലാർജ് ഡാറ്റ സെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. സോ അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നമുക്കിതൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വരുന്ന ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സംടൈംസ് കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കും. പിന്നെ ഈ ലൈറ്റ് GBMൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് റീസൺ കൊണ്ടാണ് അത് യൂസ് ചെയ്യുക. ലൈക്ക് എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മെമ്മറി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ആണ്
വരുന്നത്. പിപ്പൻ സ്റ്റാൾ കൊടുക്കുക, ലൈറ്റ് GBM കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. BGM പേര് തെറ്റിപ്പോയതാ. GB അത് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. സോ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എടുക്കട്ടെ അല്ലേ. GBM ഇത് കമ്പൽസറി അല്ല കേട്ടോ. ഞാനത് വരാത്തതിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത് ആ ഒരു ആൽഫബറ്റ് കൊടുത്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. സോ LGB എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇമ്പോർട്ട്സ് കംപ്ലീറ്റഡ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ സാലറി ഡാറ്റ സെറ്റിനെ നമുക്ക് ലോഡ് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഫ്രെയിമിൻ്റെ പേര് DF എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സോ DF ഈക്വൽസ് എന്ത് കൊടുക്കുക, PD ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കുക, നമ്മുടെ ഡാറ്റ സെറ്റിൻ്റെ നെയിം കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കാം. എസ് അപ്പർ കേസ് ആണ്, ബാക്കിയെല്ലാം ലോവർ കേസ് ആണ്. സോ സാലറി അണ്ടർസ്കോർ ഡാറ്റ സെറ്റ് ഡോട്ട് CSV കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഡാറ്റ സെറ്റിനെ ഡാറ്റ ഫ്രെയിമിനെ ലോഡ് ചെയ്യിപ്പിക്കാം. സോ ഹെഡ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ഡാറ്റ സെറ്റും അൺനെയിംഡ് ആയിട്ട് 0 എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. അതേപോലെ തന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് കോളം വരിക സാലറി ആണ്. അതൊരു റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണ്, ലൈക്ക് കണ്ടിന്യൂസ് വാല്യൂസ് അല്ലേ വരുന്നത്. സോ റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഷേപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കോമ ഇത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് ഷേപ്പ് കൊടുക്കുക, ദെൻ റൺ ചെയ്ത് നോക്കുക. 30 റോസും 3 കോളംസും ആണ് മെയിനായിട്ട് വരുന്നത്. ദെൻ നമുക്ക് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് ഇൻഫോ ചെക്ക് ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ദെൻ റൺ ചെയ്യുക. നൾ വാല്യൂസ് ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം മെമ്മറി യൂസേജ് ആണെങ്കിലും 852 ബൈറ്റ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻറ്റീജർ കോളം, ബാക്കി 2 ഫ്ലോട്ടിംഗ് ടൈപ്പും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ. ഡിസ്ക്രൈബ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് അവിടെ മനസ്സിലാവും. സോ ന്യൂമറിക്കൽ കോളംസിൻ്റെ കംപ്ലീറ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് നമുക്ക് അവിടെ വരും. കൗണ്ട്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് അവിടെ വിസിബിൾ ആണ്. മിനിമം വാല്യൂ, മാക്സിമം, അതേപോലെ ഫസ്റ്റ് ക്വാണ്ടൈൽ, സെക്കൻഡ് ക്വാണ്ടൈൽ, ആ ഡാറ്റാസ് ഒക്കെ കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ചെയ്യുവാണ് കേട്ടോ. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ഡോട്ട് സം ഫംഗ്ഷൻ കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. സോ നൾ വാല്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ജസ്റ്റ് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്, വിഷ്വലൈസ് മിസ്സിംഗ് വാല്യൂസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, PLT ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫിക്സ് സൈസ് കൊടുക്കുക. ഫിക്സ് സൈസ് ഈക്വൽസ് 8,4 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. സോ SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഹീറ്റ് മാപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് ഈസ് നൾ കൊടുക്കുക. കറൻ്റ്ലി ഒന്നുമില്ല, നമുക്കറിയാം, ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. സി ബാർ ഈക്വൽസ് ഫോൾസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് നമുക്ക് സി മാപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. സി മാപ്പ് ഈക്വൽസ് എന്ത് കൊടുക്കുക, കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. സോ PLT ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കുക, മിസ്സിംഗ് വാല്യൂസ് ഹീറ്റ് മാപ്പ് കൊടുക്കുക. ദെൻ റൺ ചെയ്ത് നോക്കാം. ഇവിടെ മിസ്സിംഗ് വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ലൈൻ ഒന്നും വരാത്തത്.
നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാമായിരുന്നു, ഫില്ല് ചെയ്യാനുള്ള കോഡും കൂടെ കൊടുക്കാമായിരുന്നു. ഞാൻ ജസ്റ്റ് മീൻ വാല്യൂ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതും കൂടി ഇവിടെ കോഡ് ആഡ് ചെയ്യുന്നുണ്ട്. കറന്റ് നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് കമന്റ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. ഫിൽ മിസ്സിംഗ് വാല്യൂസ് ലൈക്ക് നമ്മളിവിടെ മീനാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മീൻ ഫോർ ന്യൂമറിക്കൽ. ഒത്തിരി കോളംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ ഫോർ ലൂപ്പിൽ കൊടുക്കാം കേട്ടോ. സോ ഫോർ കോൾ ഇൻ എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിന്റെ നെയിം ഡോട്ട് സെലക്ട് അണ്ടർസ്കോർ ഡി ടൈപ്സ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഇൻക്ലൂഡ് np ഡോട്ട് നമ്പർ കൊടുക്കുക, കോളൻ. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിന്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോൾ കൊടുക്കുന്നുണ്ട്. ഡോട്ട് ഫിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫിൽ എന്നതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിന്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സ് കോളിന്റെ നെയിം കൊടുക്കുന്നുണ്ട്. ഡോട്ട് മെയിൻ ഫംഗ്ഷൻ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോമ എന്ത് കൊടുക്കുക, ഇൻ പ്ലേസ് ഈക്വൽസ് ട്രൂം കൂടി കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡാറ്റ നമ്മുടെ ഡാറ്റ ഫ്രെയിമിൽ റീപ്ലേസ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫിൽ ആയിക്കോളും. ഇപ്പോൾ കറന്റ് നമ്മുടെ കയ്യിൽ മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല, ഫിൽ തന്നെ ഒരു എല്ല് കുറവുണ്ട്. ഓക്കെ, സോ കറന്റ് മിസ്സിംഗ് വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഫില്ല് ചെയ്യലൊന്നും നടക്കുന്നുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ if there is any missing values നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക, കോളൻ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്, കോമ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഡ്യൂപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്, then അതിൻ്റെ സമ്മും കൂടി വേണം, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിട്ടായിരിക്കും വരുന്നത്. സോ അത് കൊടുക്കുക. സോ ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം ഉണ്ടോ എന്ന്. ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല. സപ്പോസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അതിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് അണ്ടർസ്കോർ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ദെൻ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻ പ്ലേസ് ഈക്വൽസ് എന്ന് കൊടുക്കുക, ട്രൂ കൊടുത്താൽ മതി. ഓക്കെ, സപ്പോസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈനും കൂടി യൂസ് ചെയ്യാം. ഇനി യൂണിവേരിയറ്റ് അനാലിസിസ് ആണ് വരുന്നത്. സോ യൂണിവേരിയറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ കോളംസ് കൊടുക്കാം. യൂണിവേരിയറ്റ് അനാലിസിസ്. ഓക്കെ, സോ യൂണിവേരിയറ്റ് അനാലിസിസിൽ നമ്മൾ ന്യൂമറിക്കൽ കോളംസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ന്യൂമറിക്കൽ കോളംസ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫോറിൽ കൊടുക്കാം, ഫോർ കോളിൻ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് എന്ത് കൊടുക്കുക, നേരത്തെ കൊടുത്ത പോലെ തന്നെ സെലക്ട് ഡി ടൈപ്പ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ഈക്വൽസ് np ഡോട്ട് നമ്പർ കൊടുക്കുക. സോ ന്യൂമറിക്കൽ കോളംസ് കംപ്ലീറ്റ്ലി അവിടെ സെലക്റ്റഡ് ആയിക്കോളും. ഇവിടെ സെപ്പറേറ്റ്ലി കൊടുക്കാനൊന്നുമില്ല, എൻ്റയർ കോളംസും എന്താണ്, ന്യൂമറിക്കൽ ആണ്. ഇത് നമുക്ക് വിഷ്വലൈസേഷൻ നോക്കാം. plt ഡോട്ട് എന്ത് കൊടുക്കുക, ഫിഗർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫിക്സ് സൈസ് ഈക്വൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 6,4 കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, നമുക്ക് ഹിസ്റ്റ് പ്ലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ sns ഡോട്ട് ഹിസ്റ്റ് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സ് കോൾ കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം കോമ kd ഈക്വൽസ് ട്രൂ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ലൈൻ നമുക്ക് അവിടെ ഹിസ്റ്റ് പ്ലോട്ടിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ബിൻസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 30 കൊടുക്കുന്നുണ്ട്. ദെൻ ടൈറ്റിൽ ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് plt ഡോട്ട് ടൈറ്റിൽ ആഡ് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എഫ് സ്ട്രിങ് ഫോർമാറ്റ് സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോൾ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഐട്രേറ്റിംഗ് വേരിയബിൾ അവിടെ ഐട്രേറ്റ് ചെയ്ത് വന്നോളൂ. ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഫസ്റ്റ് കോളത്തിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഒരു ആർച്ച് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് ബാക്കി കോളംസ് ഒക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിവേരിയറ്റ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ കോളംസിനെയും 1 by 1 ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ബൈവേരിയറ്റ് അനാലിസിസ് ആണ്. ബൈവേരിയറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അതായത് ഇതാണ് സാലറിയും ഇയർ ഓഫ് എക്സ്പീരിയൻസും വെച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. സാലറിയും ഇയർ ഓഫ് എക്സ്പീരിയൻസും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതൊന്ന് കമന്റ് ചെയ്ത് തരുന്നുണ്ട്. കൊടുക്കുക സാലറി വേഴ്സസ് കൊടുക്കുക ഇയേഴ്സ് എക്സ്പീരിയൻസസ് എന്ന് കമന്റ് ചെയ്ത് തരുന്നതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്താന്ന് നോക്കാം. സോ ഇഫ് ഇത് കൊടുക്കുന്നുണ്ട് ഒരു കോളം നെയിം, ഇയേഴ്സ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുത്തെ നെയിം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോളത്തിന്റെ നെയിമിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്രെയിമിന്റെ നെയിം ഡോട്ട് കോളംസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് കോളംസിന്റെ നെയിം എടുക്കാൻ പറ്റും. സോ ഇഫിൻ്റെ ഉള്ളിൽ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. സോ വൈ ക്യാപിറ്റൽ ഇയേഴ്സ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. ഇൻ കൊടുക്കാം GF dot columns and എന്താണ് സാലറി ടാർഗറ്റ് കോളം സാലറി കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻ GF dot കോളംസ് കൊടുക്കുന്നുണ്ട്. ആ വാല്യൂ ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല, റൺ ആയിപ്പോയി. സോ ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ സാലറി വാല്യൂസ് ഉണ്ടെങ്കിൽ എന്ത് വേണം, നമുക്കത് വിഷ്വലൈസ് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് ഫിഗർ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫിക്സ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 6,4 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ SNS ഡോട്ട് സ്കാറ്റർ പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ x ഈക്വൽസ് കൊടുക്കുക, ഇയേഴ്സ് എക്സ്പീരിയൻസ് കൊടുക്കുക, ഇയേഴ്സ് എക്സ്പീരിയൻസ്. സോ എക്സ് ആക്സിസിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, വൈ ആക്സിസിൽ നമ്മുടെ നെക്സ്റ്റ് കോളം കൊടുക്കുക, വൈ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, സാലറി കൊടുക്കുക. സാലറി കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ ഡാറ്റ ഈക്വൽസ് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് PLT ഡോട്ട് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡബിൾ കോട്ട്സിൽ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേഴ്സസ് സാലറി കൊടുക്കുന്നുണ്ട് ടൈറ്റിലായിട്ട്. ദെൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇയേഴ്സ് എക്സ്പീരിയൻസും അതേപോലെ സാലറിയും വെച്ചിട്ട് ഒരു ലീനിയർ റിഗ്രഷൻ ടെസ്റ്റ് ഡാറ്റയാണ് അല്ലേ. ഒരു സ്ട്രെയിറ്റ് ഡാറ്റ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിലാണ് ഫോളോ ചെയ്യുന്നത്. സോ ഈ ഒരു ഡാറ്റാ സെറ്റിൽ ലീനിയർ റിഗ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്കം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഡാറ്റ പോയിന്റ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കോളംസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡാറ്റയാണ്. നമുക്ക് അതിൻ്റെ വിഷ്വലൈസേഷൻ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് അൽഗോരിതം ആയിരിക്കും ബെറ്റർ എന്നൊക്കെ ഉള്ളത്. ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സോ കോറിലേഷൻ ഹീറ്റ് മാപ്പ്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, PLT ഡോട്ട് ഫിഗർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫിക്സ് സൈസ് കൊടുക്കുക. ഫിക്സ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8,5 കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കുക, SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് കോർ ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. കോമ എന്ത് കൊടുക്കുക, നോട്ട് ഈക്വൽസ് 2 കൊടുക്കുക, കോമ നെക്സ്റ്റ് സി മാപ്പ് കൊടുക്കുക. സി മാപ്പ് ഈക്വൽസ്
കൂൾ വാം കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ടൈറ്റിലും കൂടി ആഡ് ചെയ്യാം. plt ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കാം, കോറിലേഷൻ ഷീറ്റ് മാപ്പ് കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആ ഒരു 3 കോളംസ് തമ്മിലുള്ള കോറിലേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല കോറിലേഷൻ 0.9 ലെവൽ വരുന്നുണ്ട്. അറൗണ്ട് 1ൻ്റെ അടുത്ത് ബെറ്റർ കോറിലേഷൻ ആണ് ഓരോ കോളംസ് തമ്മിലും. 0.98 0.99 അറൗണ്ട് 1ൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് എല്ലാ കോറിലേഷൻ വാല്യൂസും. സോ അത്യാവശ്യം മോശമില്ലാത്ത രീതിക്ക് നമുക്ക് കോറിലേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഔട്ട്ലെയേഴ്സ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, IQR മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമൻറ്റ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. ഔട്ട്ലെയർ ഡിറ്റക്ഷൻ യൂസിങ് IQR മെത്തേഡ് അങ്ങനെ കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് ഇതേപോലെ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, Q1 അതായത് ഫസ്റ്റ് ക്വാണ്ടൈലാണ് എടുക്കുന്നത്. സോ DF സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോട്സിൽ എന്ത് കൊടുക്കുക, ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുക. സാലറി ആണ് കോളത്തിൻ്റെ നെയിം. ദെൻ ഡോട്ട് ക്വാണ്ടൈൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.25 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുന്നുണ്ട്, Q3 കണ്ടുപിടിക്കണം. സോ Q3 ഈക്വൽസ് എന്ത് കൊടുക്കുക, DF സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിലായിട്ട് സാലറി കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം ഡോട്ട് കൊടുക്കുക, ക്വാണ്ടൈൽ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.75 കൊടുക്കുന്നുണ്ട്. സോ തേർഡ് ക്വാണ്ടൈൽ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, IQR കണ്ടുപിടിക്കാം കേട്ടോ. സോ IQR ഈക്വൽസ് എന്ത് കൊടുക്കുക, Q3 മൈനസ് Q1. ഓക്കെ, സോ IQRൻ്റെ ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കാം. സോ ലോവർ ഈക്വൽസ് എന്ത് കൊടുക്കുക, Q1 മൈനസ് 1.5 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് കൊടുക്കുക, IQR കൊടുക്കുക. ലോവർ ബൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ലോവറിനേക്കാളും താഴെയുള്ള വാല്യൂസും അതേപോലെ തന്നെ അപ്പറിൽ വരുമ്പോൾ അപ്പർ ഈക്വൽസ് Q3 പ്ലസ് 1.5 മൾട്ടിപ്ലൈഡ് ബൈ കൊടുക്കുക, IQR കൊടുക്കുക. ഓക്കെ, അപ്പറും ലോവറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ലയേഴ്സ് ആണ് എടുക്കേണ്ടത്. സോ ഇത് കൊടുക്കുക, ഔട്ട്ലയേഴ്സ് ഈക്വൽസ് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സ്. ദെൻ എന്ത് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. സോ അതുകൊണ്ടാണ് അഗെയിൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് ബ്രാക്കറ്റും കൂടി കൊടുക്കുന്നത്. DFൻ്റെ ഉള്ളിലായിട്ട് കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. സാലറി എന്താണ്, സ്പേസ് ലെസ് ദാൻ എന്താണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ലോവർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു റൗണ്ട് ബ്രാക്കറ്റ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്ത് കൊടുക്കാം, നെക്സ്റ്റ് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, സാലറി ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം ഗ്രേറ്റർ ദാൻ എന്ത് കൊടുക്കുക, അപ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ലോവറും അപ്പറും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, നമ്പർ ഓഫ് ഔട്ട്ലയേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. സോ അതിന് വേണ്ടി പോകുമ്പോൾ ഔട്ട്ലയേഴ്സ് ഡോട്ട് ഷേപ്പ് കൊടുക്കുക. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് പൊസിഷൻ 0 ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഔട്ട്ലയേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ. നമ്പർ ഓഫ് ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 0 ആണ്. സോ വാല്യൂസ് ഒന്നും ഇല്ല, ഔട്ട്ലയേഴ്സ് ഒന്നും വരുന്നില്ല. സോ കാറ്റഗറിക്കൽ വാല്യൂസ് ഉണ്ടെങ്കിൽ എൻകോഡിങ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നില്ല. ക്വറി ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാമല്ലോ. സോ എൻകോഡിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. അതായത് കാറ്റഗറിക്കൽ കോളംസ് ഉണ്ടെങ്കിൽ മാത്രം. ഇഫ് there are categorical columns
ഓക്കെ, ഈ ഒരു ലൈൻ കമ്പൽസറി അല്ല. ഇപ്പം ചെയ്യാൻ പോകുന്ന കോഡ് ഞാൻ റൺ ചെയ്യുന്നില്ല, ജസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിമിൻ്റെ ഒപ്പം പി ഡി ഡോട്ട് കൊടുക്കുക, ഗെറ്റ് അണ്ടർ സ്കോർ ഡമ്മീസ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം കോമ എന്ത് കൊടുക്കുക, ഡ്രോപ്പ് അണ്ടർ സ്കോർ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. ഓക്കെ, ഇത് കമൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാറ്റഗറിക്ക് കോളംസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ദെൻ നെക്സ്റ്റ് സെൽ എടുക്കാം. ഇനി ഫീച്ചർ സ്കെയിലിംഗ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫീച്ചർ സ്കെയിലിംഗ്. ഓക്കെ, ഫീച്ചർ സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലർ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. സോ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ സ്കെയിലർ ഈക്വൽസ് ഇത് കൊടുക്കുക, സ്റ്റാൻഡേർഡ് സ്കെയിലർ കൊടുക്കുക. സ്റ്റാൻഡേർഡ് സ്കെയിലർ, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എക്സും വൈയും കൊടുക്കണം. സോ ഫസ്റ്റ് എക്സ് കൊടുക്കുന്നുണ്ട്, എക്സ് ഈക്വൽസ് ഡാറ്റ ഫ്രെയിം നെയിം ഡോട്ട് ഡ്രോപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ ഇത് കൊടുക്കുക, സാലറി കൊടുക്കുക, കോമ ആക്സിസ് ഈക്വൽ 1 കൊടുക്കുന്നുണ്ട്. ദെൻ വൈ ഈക്വൽസ് ഡാറ്റ ഫ്രെയിം നെയിം സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ സാലറി കൊടുക്കുന്നുണ്ട്. ദെൻ എക്സും വൈയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കെയിലിംഗ് ചെയ്യണം അല്ലേ. സോ എക്സിനെയാണ് നമ്മൾ സ്കെയിലിംഗ് ചെയ്യുന്നത്. സോ കൊടുക്കുന്നുണ്ട് എക്സ് അണ്ടർ സ്കോർ സ്കെയിൽ ഈക്വൽസ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേര് ഇതാണ്, സ്കെയിലർ കൊടുക്കുന്നുണ്ട്. സ്കെയിലർ ഡോട്ട് ഫിറ്റ് അണ്ടർ സ്കോർ കൊടുക്കുക, ട്രാൻസ്ഫോം കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുന്ന എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് കൊടുക്കുക. സ്കെയിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നത്. സോ അത് ചെയ്യാം. സോ എക്സ് ട്രെയിൻ കോമ നെക്സ്റ്റ് എക്സ് ടെക്സ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽസ് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് സ്കെയിൽഡ് എക്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. എക്സ് അണ്ടർ സ്കോർ സ്കെയിൽഡ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് കൊടുക്കുക, ടെസ്റ്റ് സൈസ് ഈക്വൽസ് 0.2 കൊടുക്കുന്നുണ്ട്. ഗെയിൻ കോമ ഇത് കൊടുക്കുക, റാൻഡം അണ്ടർ സ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് 42 കൊടുക്കുന്നുണ്ട്. ഓക്കെ, റാൻഡം സ്റ്റേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തന്നെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എറേഴ്സ് ഒന്നും കറൻ്റ്ലി വന്നിട്ടില്ല. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ സെറ്റ്, അതായത് ലൈറ്റ് GBM യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ഡാറ്റേനെയും ടെസ്റ്റ് ഡാറ്റേനെയും നമ്മളൊന്ന് ഒരു സെപ്പറേറ്റ് വേറെ ഡാറ്റ സെറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ അണ്ടർസ്കോർ ഡാറ്റ ഈക്വൽസ് നമ്മുടെ ഒബ്ജക്റ്റ് LGB ഡോട്ട് ഡാറ്റ സെറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ്ട്രെയിൻ കൊടുക്കുക, കോമ ലേബൽ ഓക്കെ, ലേബൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. എക്സ് ട്രെയിനും വൈ ട്രെയിനും നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ് ട്രെയിൻ ഡാറ്റ ആണ് കൊടുത്തിരിക്കുന്നത്, ലേബിൾ കൊടുത്തിരിക്കുന്നത് വൈ ട്രെയിൻ ആയിട്ടാണ്. ഇനി എന്ത് കൊടുക്കുക, നെക്സ്റ്റ് വൺ ടെസ്റ്റ് ഡാറ്റയും കൂടെ കൊടുക്കുക. സോ ടെസ്റ്റ് അണ്ടർ സ്കോർ ഡാറ്റ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, LGB ഡോട്ട് ഡാറ്റ സെറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കൊടുക്കുക. ദെൻ കോമ ഇവിടെ ലേബിൾ ആഡ് ചെയ്യണം അല്ലേ. സോ ലേബൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ റെഫറൻസ് ട്രെയിൻ ഡാറ്റയാണ് കേട്ടോ കൊടുക്കുന്നത്.
സോ റെഫറൻസ് ഈക്വൽസ് നമ്മുടെ ട്രെയിൻ ഡാറ്റ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രെയിൻ ഡാറ്റയാണ് നമ്മൾ റെഫറൻസിന് കൊടുക്കുന്നത്. ദെൻ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ലൈറ്റ് ജി പി എമ്മിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടെ ഫോർ ലൈറ്റ് ജി ബി എം. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ റൺ ചെയ്ത് നോക്കാം. കറൻ്റ്ലി എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്ത് തരുവാണ് പാരാമീറ്റേഴ്സ്. ഓക്കെ, പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് params എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. params ഈക്വൽസ് കർലി ബ്രാക്കറ്റിൽ ഡിക്ഷണറി ഫോമാറ്റിലാണ് കേട്ടോ നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്. സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം, നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് കൊടുക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് കോളൻ. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്? ഇതൊരു റിഗ്രഷൻ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അല്ലേ. സാലറി ആണ് ഇതിന്റെ ടാർഗറ്റ് കോളം വരുന്നത്. അതൊരു കണ്ടിന്യൂസ് ഡാറ്റയാണ്. സോ ഇറ്റ്സ് എ റിഗ്രഷൻ ഡാറ്റ സെറ്റ്. സോ അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, റിഗ്രഷൻ കോമ. ഇനി മെട്രിക്സ്, ഏത് മെട്രിക്സ് ആണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ മെട്രിക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കോളൻ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, RMSE മീൻ സ്ക്വയർഡ് എററിന്റെ റൂട്ട്. അതാണ് റൂട്ട് മീൻ സ്ക്വയർഡ് എറർ, RMSE. അതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് സ്ട്രിങ് ടൈപ്പ് ഡാറ്റയാണ് കേട്ടോ നമ്മൾ പാസ് ചെയ്യുന്നത്. ആക്ച്വൽ ഫംഗ്ഷൻസ് ഒന്നും അല്ല പാസ് ചെയ്യുന്നത്. ഈ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി സ്ട്രിങ് ടൈപ്പ് ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കീ വാലിഫയർ എന്ന് പറയുന്നത് ബൂസ്റ്റിംഗ് ടൈപ്പ്. നമുക്ക് ഏതാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇതിൽ കൊടുക്കാം, ഇത് കൊടുക്കുന്നുണ്ട്, GBDT കൊടുക്കുന്നുണ്ട്, എന്താന്ന് പറഞ്ഞത് കേട്ടോ. ദെൻ കോമ, നെക്സ്റ്റ് ലൈനിൽ ലേണിംഗ് റേറ്റ് കൊടുക്കണം. സോ ലേണിംഗ് റേറ്റ് ഒത്തിരി കൂടുതലും കൊടുക്കാൻ പറ്റില്ല, അതേപോലെ ഒത്തിരി കുറവും കൊടുക്കാൻ പറ്റില്ല. ബട്ട് നമ്മുടെ ഡാറ്റേൻ്റെ അനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് 0.1 ആണ് കേട്ടോ കൊടുക്കുന്നത്. 0.1 കൊടുക്കുന്നുണ്ട് കോമ. ഒത്തിരി കുറവ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടൈം എടുക്കും, ഔട്ട്പുട്ട് കിട്ടാതിരിക്കുന്നില്ല, ഔട്ട്പുട്ട് കിട്ടും. ബട്ട് ഒത്തിരി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ലേണിംഗ് റേറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഔട്ട്കം കിട്ടിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. ദെൻ നെക്സ്റ്റ് ലേണിംഗ് റേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പാരാമീറ്റർ പാസ് ചെയ്യാം. സിംഗിൾ കോട്ട്സിൽ num_leaves കൊടുക്കുന്നുണ്ട്, കോളൻ ഇത് കൊടുക്കുന്നുണ്ട്, 31 കൊടുക്കുന്നുണ്ട്, കോമ. ദെൻ വെർബോസ് കോളൻ -1 കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനും ഇഷ്യൂ വന്നിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ട്രെയിൻ മോഡൽ നമുക്ക് കൊടുക്കുന്നുണ്ട് കമൻ്റ് ആയിട്ട്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുന്നുണ്ട്, മോഡൽ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ മോഡൽ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, LGB ഒബ്ജക്റ്റിന്റെ നെയിം ഡോട്ട് ട്രെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ പാരാമീറ്റേഴ്സ്, അതായത് params പാസ് ചെയ്യുക, കോമ. ദെൻ train_data കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ വാലിഡ് സെറ്റ് ഒരു പാരാമീറ്റർ ആണ്. സോ വാലിഡ് സെറ്റ് കൊടുക്കുന്നുണ്ട്, വാലിഡ് സെറ്റ്സ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ test_data കൊടുക്കുന്നുണ്ട്. ദെൻ കോമ. നെക്സ്റ്റ് num_boost_ കൊടുക്കുന്നുണ്ട്, റൗണ്ട് കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് 100 കൊടുക്കുന്നുണ്ട്, കോമ. ദെൻ അതേപോലെ തന്നെ early_stopping rounds ഈക്വൽസ് 10. ഓക്കെ, ദെൻ റൺ ചെയ്ത് നോക്കാം.
സോ ഇവിടെ ടൈപ്പർ വന്നിട്ടുണ്ട്. എവിടെയാണ് ഗോട്ട് ഓൺ എക്സ്പെക്ടഡ് കീവേഡ് ഏർലി സ്റ്റോപ്പിംഗ് റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഏർലി സ്റ്റോപ്പിംഗ് റൗണ്ട്സ്. ഓക്കെ. ഓക്കെ. സോ അതിൽ റൗണ്ട് സ്റ്റോപ്പിംഗ് റൗണ്ട്സിലാണ് നമുക്ക് ടൈപ്പർ വന്നിട്ടുള്ളത് അല്ലേ. സോ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ട്രെയിനിൽ എന്തെങ്കിലും എറർ ഉണ്ടോയെന്ന്, വാലിഡ് സെറ്റ് ടെസ്റ്റ് ഡാറ്റയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ട്രെയിൻ ഡാറ്റയിൽ നമ്മൾ LGB ഡോട്ട് ഡാറ്റ സെറ്റ് എക്സ്ട്രെയിൻ ഡോട്ട് കോമ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈ ട്രെയിനും അതേപോലെ ഇവിടെ റെഫറൻസ് കൊടുത്തത് ഇഷ്യൂ ആയെന്ന് തോന്നുന്നു. സോ നമുക്ക് ആ റെഫറൻസ് ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ റെഫറൻസ് ട്രെയിൻ ഡാറ്റ കൊടുത്തിട്ടുണ്ടല്ലോ ടെസ്റ്റിക്ക്. സോ അത് മേ ബി ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അതൊന്ന് ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. ദെൻ പാരാമീറ്റേഴ്സിൽ ഡാറ്റ സെറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതൊരു നെയിംഡ് ഡാറ്റ സെറ്റ് ആണ്. ദെൻ പാരാമീറ്റേഴ്സ് നമ്മൾ ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. പരം സ്ട്രെയിൻ ഡാറ്റ. ദെൻ വാലിഡ് സെറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഫറൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് വാലിഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ വാലിഡ് ഡാറ്റ ഈക്വൽസ് LGB ഡോട്ട് ഡാറ്റ സെറ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ ലേബിൾ ഈക്വൽസ് കൊടുക്കാം. വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. LGB ട്രെയിൻ പരംസ് ട്രെയിൻ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. വാലിഡ് സെറ്റ്സ് വാലിഡ്. ഇവിടെ ടെസ്റ്റ് ഡാറ്റ മാറ്റിയിട്ട് ഞാൻ വാലിഡ് ഡാറ്റ കൊടുക്കുന്നുണ്ട്. വാലിഡ് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്പർ ഓഫ് ബൂത്ത് റൗണ്ട്സ് 100 തന്നെയാണ് കൊടുക്കുന്നത്. അതും ഒക്കെയാണ്. നമുക്ക് വാലിഡേഷൻ സെറ്റിന് ഒരു നെയിം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വാലിഡ് അണ്ടർസ്കോർ നെയിംസ് ഈക്വൽ ഇത് കൊടുക്കുന്നുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കാം. വാലിഡേഷൻ കൊടുക്കുന്നുണ്ട്. തന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോമ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. സ്റ്റിൽ സെയിം എററാണോ? ഏർലി സ്റ്റോപ്പ് കീവേഡ് എററാണ്. ഏർലി സ്റ്റോപ്പിംഗ് റൗണ്ട്സ്. Got an unexpected keyword argument here. Okay. So again greater than or equal to 4.0 എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. Then early stopping rounds 10 കൊടുത്തിരുന്നു.
സോ പുതിയ വേർഷൻ ആണെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം വരാം. വാലിഡ് ഡാറ്റ കൊടുക്കുന്നുണ്ട്, ബൂസ്റ്റിംഗ് ടൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കി പോർഷൻ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. സോ ഏർലി സ്റ്റോപ്പിംഗ് നമുക്ക് പുതിയ, ഇത് പഴയ ഫോമാറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുതിയ ഫോമാറ്റിലൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാലിഡ് ഡേറ്റ് അത് തന്നെയാണ് കൊടുക്കുന്നത്. സോ വൈ ടെസ്റ്റ് ഡാറ്റ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ഡാറ്റ നമ്മളിനി ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഈ ലേണിംഗ് റേറ്റ്, അതേപോലെ ലേണിംഗ് റേറ്റ്, നമ്പർ ഓഫ് ലിയേഴ്സ്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നുണ്ട്. ബൂസ്റ്റിംഗ് ടൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ RMSE റിഗ്രഷൻ, അത്രയും കൊടുക്കുന്നുള്ളൂ. ഇതും കൂടി ഒന്ന് റൺ ചെയ്യാം. ദെൻ മോഡലിൽ കൊടുക്കുന്ന കേസിൽ ട്രെയിൻഡ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫസ്റ്റ് പാരാമീറ്റർ കൊടുക്കും, അതേപോലെ ട്രെയിൻ ഡാറ്റ കൊടുക്കാറുണ്ട്. ദെൻ വാലിഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാലിഡ് നെയിംസ് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുവാണ് കേട്ടോ. ഈ ഒരു ലൈൻ ഞാൻ കമൻറ്റ് ചെയ്തിടുവാണ്. അതേപോലെ നമ്പർ ഓഫ് ബൂസ്റ്റും ഞാൻ ബൂസ്റ്റ് റൗണ്ട്സ് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോറി, റൺ ചെയ്തു പോയി, കമൻറ്റ് കാണാൻ ഉദ്ദേശിച്ചത്. ദെൻ ഈ ഏർലി സ്റ്റെപ്പിംഗ് റൗണ്ട്സിന് പകരം അത് ഞാൻ കമൻറ്റ് ചെയ്തിരുന്നുണ്ട്. പുതിയൊരു മെത്തേഡ്, പുതിയ മെത്തേഡാണ് കൊടുക്കുന്നത്. സോ അത് ലേറ്റസ്റ്റ് വേർഷനിൽ ഈ ഒരു ഫോമാറ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ കോൾ ബാക്സ് ഈക്വൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ LGB ഡോട്ട് early underscore early stopping ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, സ്റ്റോപ്പിംഗ് റൗണ്ട്സ് ഈക്വൽ 10 കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. മോഡലിൽ നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫങ്ഷൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായില്ല. എന്ത് ചെയ്യുക, ഫങ്ഷൻ ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി റൺ ചെയ്യാം. വാണിംഗ് വന്നിട്ടുണ്ട്, അത് ഇഷ്യൂസ് ഇല്ല. സോ RMSE സ്കോർ എന്ന് പറയുന്നത് 224318 ആണ് വരുന്നത്. അതായത് റൂട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വൈപ്രഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അതേപോലെ മീൻ സ്ക്വയർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടല്ലോ. സോ അതൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രിഡിക്ഷനും ഇവാലുവേഷനും ആണ്. സോ ഇവിടെ നമ്മൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, വൈപ്രഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വൈപ്രഡ് ഈക്വൽ കോഡ് ആക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് പ്രിഡിക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. സോ പ്രിഡിക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൈപ്രഡ് ഈക്വൽസ് എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. തന്നെ അതൊന്ന് റൺ ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. RMSE സ്കോറും ഇതേപോലെ തന്നെ R2 സ്കോറും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, RMSE കൊടുക്കുന്നുണ്ട്, കോളൻ സ്പേസിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്, കോമ. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, NP ഡോട്ട് SQRT ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കാം, മീൻ സ്ക്വയർഡ് എറർ ഫങ്ഷൻ, മീൻ അണ്ടർസ്കോർ സ്ക്വയർഡ് അണ്ടർസ്കോർ എറർ. ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈ റെഡ് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ പ്രിന്റ് ഫങ്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കേണ്ടത് ഏതാണ്, R2 സ്കോർ ആണ്. സോ പ്രിന്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, R2 സ്കോർ കൊടുക്കുന്നുണ്ട്.
കോളൻ ഒരു സ്പേസ് ഇടുന്നുണ്ട്, ദെൻ കോമ ഇത് കൊടുക്കാം. ആ ഫംഗ്ഷൻ്റെ പേര് R2_സ്കോർ കൊടുക്കുന്നുണ്ട്. അഗെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൈറ്റ് ടെസ്റ്റ് കോമ ഇത് കൊടുക്കുക, വൈപ്രെഡ് കൊടുക്കുക. വൈറ്റ് ടെസ്റ്റ് കോമ വൈപ്രെഡിൻ്റെ സ്പെല്ലിങ് നോക്കണം. ദെൻ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ R2 സ്കോർ കുറവാണ്, മൈനസ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. RMSE സ്കോറാണ് കൂടുതൽ വന്നിരിക്കുന്നത്. നമുക്ക് ഫീച്ചർ ഇമ്പോർട്ടൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിൻ്റെ വിഷ്വലൈസേഷനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പ്ലോട്ട് ചെയ്ത് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വെച്ചിട്ട്. സോ ഫീച്ചർ ഇമ്പോർട്ടൻസ് നമുക്ക് പറയുന്നുണ്ട്, ഇത് കൊടുക്കുക LGB ഡോട്ട് plot_, കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് മോഡൽ കോമ അതുപോലെ തന്നെ max_num_ ഫീച്ചേഴ്സ് ഈക്വൽ 10 കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻസ് ടൈപ്പ് ഈക്വൽ സിംഗിൾ കോട്ട്സിൽ ഗെയിൻ കൊടുക്കുന്നുണ്ട്, കോമ ഫിക്സ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 8,6 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം PLT ഡോട്ട് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഫീച്ചർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. ഇതാണ് പ്ലോട്ട് വന്നത്. നമ്മുടെ ഇവിടെ വാല്യൂ എററാണ് വന്നിരിക്കുന്നത്. നോട്ട് വാല്യൂസ് ആൻഡ് ഫാക്ട് എക്സ്പെക്റ്റഡ് ടു ഗോട്ട് 0. ചെക്ക് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻസ് ടൈപ്പ് ഗെയിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 10 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 10 പകരം നമുക്ക് 2 കൊടുത്ത് നോക്കാം. ഓക്കെ, എക്സ്പെക്റ്റഡ് 2 ആണ്, ഗോട്ട് 0 ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂ എററാണ്. സോ എക്സ് ടെസ്റ്റ് കൊടുത്തതിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. നോട്ട് ഓക്കെ, നമുക്ക് ആ ഒരു ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ബിക്കോസ് സംടൈംസ് എന്താണ് ടെസ്റ്റ് സ്കോറിന് പകരം ട്രെയിൻ സ്കോർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു എറർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലൈൻസ് ആയിട്ടാണ് നമ്മൾ PLT.show ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. PLT.title കറക്റ്റ് തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ നമ്മുടെ
ഓക്കെ. സോ ഇതിന് വേണ്ടിയിട്ട് മാക്സ് ഫീച്ചേഴ്സ് 2 ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ആക്ച്വലി ആ കോളം കൗണ്ട്, അതായത് ഫീച്ചേഴ്സിന്റെ കൗണ്ടാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അഗെയിൻ നമുക്ക് ആ ഒരു സെയിം എറർ ആണ് വരുന്നത്. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇമ്പോർട്ടൻസ് ടൈപ്പ് ഗെയിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് വലിയ മിസ്റ്റേക്സ് ഒന്നുമില്ല. മാക്സ് നമ്പർ ഫീച്ചേഴ്സ് കറക്റ്റ് ആണ്. ഫിഗർ സൈസ് കറക്റ്റ് ആണ്. നമുക്ക് ഈ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സൈസിന് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഏതാ 6,4 ഏതായാലും ഓക്കെ ആണ്. ഇതാണ് പ്ലോട്ട് ഇമ്പോർട്ടൻസ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. PLT ഡോട്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഗെയിം വാല്യൂ തന്നെയാണ്. രണ്ടെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് ഒന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. മോഡലിന്റെ നെയിം കറക്റ്റ് അല്ലേ എന്ന് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മോഡൽ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാത്ത കേസസിലാണ് അങ്ങനത്തെ എറർ വരിക. ഇവിടെ ഒന്നും കൂടി ഒന്ന് മൊത്തത്തിൽ ഒന്ന് റണ്ണോൾ കൊടുത്തു നോക്കാം നമുക്ക്. റണ്ണോൾ സെൽസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും സ്റ്റിൽ എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോഡലിന്റെ പോർഷനിൽ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. യെസ്, സെയിം എറർ തന്നെയാണ് വരുന്നത്. പ്ലോട്ട് ഇമ്പോർട്ടൻസിൽ മോഡൽ കോമ മാക്സിമം ഫീച്ചേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഗെയിൻ തന്നെയാണ്, ഇമ്പോർട്ടൻസ് ടൈപ്പ് ഗെയിൻ തന്നെയാണ് വരുന്നത്. ദെൻ അതിന് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, മോഡൽ ഡോട്ട് ബൂസ്റ്റർ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് വരാൻ വേണ്ടിയിട്ടാണ്. മാക്സ് ഫീച്ചേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്, ഗെയിനിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്ലോട്ടിങ് ചെയ്യുന്നേക്കാൾ മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കാം, മോഡലിൽ വാല്യൂ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, വാല്യൂ വരുന്നുണ്ട്. നെക്സ്റ്റ് യെസ്, ഇവിടെ ബേസിക് ബൂസ്റ്റർ ഒബ്ജക്റ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, നമ്മളിവിടെ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് പാസ് ചെയ്ത് നോക്കാം, മോഡലിൻ്റെ ഫീച്ചർ നെയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ മോഡൽ ഫീച്ചർ അണ്ടർസ്കോർ ഇത് കൊടുക്കുക, നെയിം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, ദെൻ റൺ ചെയ്ത് നോക്കുക. സോ 2 കോളംസ് അവിടെ പാസ് ചെയ്യുന്നുണ്ട്, അതും ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഫീച്ചർ ഇമ്പോർട്ടൻസും കൂടി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, മോഡൽ ഡോട്ട് ഫീച്ചർ അണ്ടർസ്കോർ ഇമ്പോർട്ടൻസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. റൺ ചെയ്യുക. ഫീച്ചർ ഇമ്പോർട്ടൻസിൻ്റെ അവിടെയാണ് 0 വരുന്നത്. നമുക്കൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റർ ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് ബൂസ്റ്റർ. ഓക്കെ, അത് ആ ഒരു മോഡലിൽ ആണ് ഫീച്ചർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് വാല്യൂസ് ഒന്നും പാസ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മൾ നോർമലി ഒരു പ്ലോട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലർ ചെയ്യാതെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സെയിം വേ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സ്കെയിലറിൻ്റെ പോർഷൻ അങ്ങ് കമൻറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചില കേസസിൽ അത് ഇഷ്യൂ വരാം. നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ 2 ഡാറ്റേനെ കോപ്പി ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ് സ്കെയിൽഡ് മാറ്റിയിട്ട് എക്സ് മാത്രം ആക്കുന്നുണ്ട്. ദെൻ ഇത് റൺ ചെയ്യുന്നുണ്ട്. ട്രെയിൻ ഡാറ്റയൊക്കെ തന്നെ, പാരാമീറ്റേഴ്സും അത് തന്നെ കൊടുക്കുന്നുണ്ട്. ഒബ്ജക്ട്സ് ഒക്കെ അത് തന്നെ പാസ് ചെയ്യുന്നുണ്ട്. വൈബ്രേറ്റ് റൺ ചെയ്ത് നോക്കുക. ഇവിടെ ഇഷ്യൂ വരുന്നുണ്ട്. ഡു നോട്ട് സപ്പോർട്ട് സ്പെഷ്യൽ JSON ക്യാരക്ടർ വിച്ച് ഇസ് കോൾഡ് ഫീച്ചേഴ്സ് നെയിം. നോക്കാം.
ടീച്ചേഴ്സ് നെയിം നമ്മളിവിടെ പാസ് ചെയ്തിട്ടില്ലല്ലോ. ബട്ട് ഇവിടെയും നമ്മൾ പാസ് ചെയ്തിട്ടില്ല. നോക്കാട്ടോ. ഇത് ലൈറ്റ് GBM error do not support specialization characters in feature names. So UT8. Okay. ഓക്കെ, ഈ എറർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. സോ ഇന്നത്തേക്ക് തൽക്കാലം നമ്മൾ ഇതാണ് ലൈറ്റ് GBM ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡാറ്റ സെറ്റിൽ നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഡാറ്റ സെറ്റ് ചൂസ് ചെയ്തത് എന്താണ്, കോളംസ് കുറവുള്ള ഡാറ്റ സെറ്റാണ്. അതിൻ്റെതായ ഒരു ഇഷ്യൂസ് ഒക്കെ വരാം. ഒത്തിരി കൂടുതലുള്ള വലിയ ഡാറ്റ സെറ്റ് വെച്ച് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ലൈറ്റ് GBMന് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു.